അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങാട് വെറുതെ ബസ്സും കയറി വരേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവളുടെ അടുത്ത് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ഈ അങ്ങാട് പോകലും ഇങ്ങാട് പോകലും ഒക്കെ നടക്കണ പരിപാടിയല്ല. ഒന്നാമതേ ഇവിടെ എനിക്ക് വേറെ ആരും കൂട്ടില്ല. ഇവിടെ ഓരോരോ കാര്യങ്ങൾക്ക് ആള് വേണം. അതിൻ്റെ ഇടക്ക് വെറുതെ അമ്മ വീട്ടിൽ ആ പരിപാടി ഈ പരിപാടി എന്നൊക്കെ പറഞ്ഞ് പോയാൽ ശരിയാവില്ല. എനിക്കത് ഇഷ്ടമല്ല, അവനും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് ആദ്യമേ തന്നെ പറഞ്ഞത് നടക്കൂലെന്ന്. പിന്നെ അമ്മന് ഇവിടം വരെ എത്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ മോളെ? അല്ല, ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ്, തറുതല. കാരണന്മാര് പറയണതൊന്നും അവർക്ക് അനുസരിക്കാൻ ഒരു പ്രയാസമാണ്. കല്യാണം കഴിഞ്ഞൊരു കൊല്ലമാവാൻ പോണുള്ളൂ, അപ്പോഴേക്കും അമ്മായി എന്ന് പറയണതൊക്കെ പുല്ല് വിലയാണ്. അയ്യോ, അങ്ങനെ വിചാരിക്കല്ലേ ചേച്ചി. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 മാസം കഴിഞ്ഞില്ലേ, അവിടെ ഉള്ളവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, മോളെ പിന്നെ കണ്ടില്ലല്ലോ എന്ന്. കല്യാണത്തിൻ്റെ അന്ന് വന്നതല്ലേ, പിന്നെ അങ്ങോട്ട് വരാറില്ലല്ലോ. ഇവളെ വിളിക്കുമ്പോൾ ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് കാര്യമാക്കണില്ല. ഇതിപ്പോൾ പള്ളിയിൽ പെരുന്നാൾ എല്ലാ കൊല്ലവും ഇവളവിടെ ഉണ്ടാവണതാണ്. ഈ കൊല്ലം ഇല്ലെങ്കിൽ അത് ശരിയാവില്ല, എല്ലാവരും വരുമല്ല. അപ്പം ഇവളെന്തായാലും വിളിക്കണമെന്ന് ചേട്ടൻ പറഞ്ഞു. വിളിച്ചപ്പോൾ ഇവിടെ എന്തോ ഒരു സമ്മതക്കുറവുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഒരു ചടങ്ങായിട്ട് നേരിട്ട് വന്ന് വിളിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ. അല്ലാണ്ട് ചേച്ചി വേറെ ഒന്നും വിചാരിക്കല്ല കേട്ടാ. ഇവിടെയും പള്ളിയും പരിപാടികളൊക്കെ ഉണ്ട്, ഞങ്ങൾ അതിന് കൊണ്ടുപോക്കോളാം. അതിനാണല്ലോ കെട്ടിങ്ങോട്ട് കൊണ്ടുവന്നേക്കണ. ഈ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും വീട്ടിലോട്ട് പോകണമെന്ന് പറയാനാണെങ്കിൽ പിന്നെ അവിടെ നിന്നാ പോരായിരുന്നു, എന്തിനു കല്യാണം കഴിക്കണം? അതല്ലേ ചേച്ചി, മോൻ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് അത് സംസാരിച്ച് ശരിയാക്കിയിട്ട് രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്താണ് ഞാൻ വന്നത് കേട്ടാ. അവനെ ഞാനിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ അമ്മ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അവനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അത്. ഇനി വരുമ്പോൾ നിനക്ക് നല്ലത് കിട്ടും. വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഇവിടം വരെ വന്ന് സമ്മതം ചോദിച്ച് വിളിച്ചുകൊണ്ട് പോകാനായിട്ട്. ഇതിപ്പോൾ വിടാൻ പറ്റൂല. ഇവിടെ നിന്ന് അങ്ങനെ ഒരു വിടണ സ്വഭാവം ഇല്ല. ഇവിടെ നമ്മുടെ മക്കളുടെ കാര്യം നോക്കാം, നമ്മുടെ കാര്യം നോക്കാം, അങ്ങനെയൊക്കെ ജീവിക്കാം. അല്ലാണ്ട് ഈ ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് വീട്ടിലോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. ഇനിയിപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട, നടക്കണ പരിപാടിയല്ല. നീയേ എനിക്ക് കുറച്ച് ചായ വെച്ചേ, മൊത്തത്തിലൊരു ക്ഷീണം. കൊണ്ടുവരാം. ഞാനേ ഒന്ന് കിടക്കട്ടെ. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ട് എന്നാ പിന്നെ ഇറങ്ങിക്കോ കേട്ടാ. കൊണ്ടോണ കാര്യം നടക്കൂല. ഓരോരോ പരിപാടികളാണ്, പറഞ്ഞാലും മനസ്സിലാവൂല. അമ്മ എന്തിനാണ് വെറുതെ ഒരു കാര്യമില്ലാണ് ഇങ്ങാടൊക്കെ വന്നത്? ഇവരെന്താണ് മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? നമുക്കറിയാലോ ഇവരുടെ സ്വഭാവം. എന്നെ വിടാനൊന്നും പോണൊന്നുമില്ല, പിന്നെ വെറുതെ ഇവിടെ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. ഇനി അതുമാതിരി വൈകുന്നേരം മുഴുവൻ ഇവിടെ ഒച്ചപ്പാടും ബഹളമായിരിക്കും. ചേട്ടനും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. മെനയായിട്ടൊരു സ്ത്രീ. നമ്മളതിനെ വേറൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ ഒരു പരിപാടിക്ക് കൊണ്ടുപോകണ കാര്യമല്ലേ പറഞ്ഞോളൂ. അതിനെ എന്താണ് ഇങ്ങനെയൊക്കെ? ഞാനതാണ് അമ്മ ഫോൺ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ല എന്നല്ല, ഇവരെന്നെ വിടൂല വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ. അമ്മ പോയിക്കോ. ഇനി അമ്മയും കൂടി അവരുടെ വായിലിരിക്കുന്ന കേട്ടിട്ട് എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത്? അല്ലടി, നിനക്ക് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരല്ലേ,
നീ പറയണതൊക്കെ അവനെന്തെങ്കിലും കണക്കിലെടുക്കാറുണ്ടോ? ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം പറയാം, ഇതുവരെ ഞാൻ പറയണ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടില്ല. അമ്മ പറയുമ്പോൾ ചെയ്തു. പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കണതും അമ്മ പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ അത് ഇച്ചിരി കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ചെയ്യാറില്ല. ഇങ്ങനത്തെയൊക്കെ സ്വഭാവമുള്ളവരുടെ കൂടെ എങ്ങനെ ജീവിക്കാനാണ്? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലല്ലോ അമ്മേ. ഞാനതൊക്കെ സഹിച്ചോളാം, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാണ്? അമ്മിനെ അധികം നിൽക്കണ്ട, പൊക്കോ. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വല്ല സുഖമില്ലെന്നാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. അല്ലാതെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അപ്പച്ചനോടൊന്നും പറയല്ല കേട്ടാ, വിഷമോ. ഈ സ്വർണ്ണമൊക്കെ എന്തി? കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ വന്നു അമ്മ എൻ്റെ അടുത്ത് നിന്ന് എല്ലാ സ്വർണ്ണവും കൊണ്ടുപോയി. അമ്മയുടെ പേരിൽ എവിടെ ലോക്കറിൽ എന്തോടെ വെച്ചേക്കണം. പിന്നെ ഈ മാലയും ആൾക്കാരെ പൂരിപ്പിക്കാൻ വേണ്ടി ഒരു വളയമാണ് എനിക്ക് തന്നത്. 10-60 പവന്റെ സ്വർണം മുഴുവനും അവരുടെ പേരിലാണ് ലോക്കറിൽ വെച്ചേക്കണം. അപ്പൊ നിനക്ക് അത് ഒരു ആവശ്യം വന്ന് എടുക്കാൻ പറ്റൂലേ? അതിനിവിടെ വലിയ പ്രസക്തി ഒന്നുമില്ലമ്മേ. നമ്മൾ എത്ര പൈസ കൊടുത്താണൊക്കെ കല്യാണം കഴിച്ച് വന്നെന്നുള്ളതൊന്നുമല്ല. അതൊക്കെ അവരെപ്പോഴേ വാങ്ങിച്ചെടുക്കും. അത് നമ്മളെ ജീവിതകാലം മുഴുവൻ ഇവർ നോക്കണതിൻ്റെ കൂലിയല്ലേ. ചായ ഇല്ലേ? കുറെ നേരമായില്ല. സഹോദരി ഇതുവരെ പോയില്ലേ? അതായത് നിന്നിട്ട് കാര്യമില്ലാത്തടത്ത് പിന്നെ വെറുതെ നിന്നിട്ട് എന്തിനാണ്? പിന്നെ എനിക്കിങ്ങനെ ഇടക്കിടക്ക് മരുമക്കടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് കയറി ഇറങ്ങണമെന്ന് ഇഷ്ടമൊന്നുമല്ല. പിന്നെ പൈസയുടെ കാര്യം പറയണത്, ഞാൻ ഗോൾഡ് സ്വർണത്തിൻ്റെ കാര്യം പറയണതൊക്കെ ഞാൻ കേട്ട്. അല്ല, അത് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചതാണ് വെറുതെ. അതായത് നമ്മളിങ്ങനെ വെറുതെ ഈ ഒരു കാര്യമില്ലാണ്ട് എൻ്റെ മോനെ ഞാൻ കഷ്ടപ്പെട്ടൊക്കെ പഠിപ്പിച്ചതാണ്. അവന് നല്ല ജോലിയുണ്ട്. അപ്പം അവ കെട്ടിക്കൊണ്ട് തന്നെ പെണ്ണെന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കും. ഈ സ്വർണ്ണമൊക്കെ കണ്ടിട്ട് തന്നെയാണല്ലോ നമ്മൾ കല്യാണം കഴിപ്പിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ശവം പോലെ ഒരു പെണ്ണിനൂടെ കൊണ്ടൊന്ന് തീറ്റിപ്പൊറ്റിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അപ്പം പിറ്റേ ദിവസം തന്നെ അത് വാങ്ങിച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ തലയിലോട്ട് കയറും. നമ്മ ചെലവിനും കൊടുക്കണം, പിന്നെ നമ്മുടെ തലയിലോട്ടും കയറും എന്ന് പറഞ്ഞാൽ നടക്കൂല. അതുകൊണ്ട് ഞാനത് എടുത്തു വെച്ചേക്കണമെന്നുള്ളൂ. ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങളത് എടുക്കും. നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പോൾ കഴിഞ്ഞല്ല, പിന്നെ അതിനെ കുറിച്ചിട്ട് നാണില്ലാണ്ട് ഈ ഞങ്ങളുടെ വീട്ടിൽ തന്നെ വന്ന് നിന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ടാ? ഉളുപ്പുണ്ടാ? ചായ എങ്കിൽ വേഗം റൂമിലോട്ട് കൊണ്ടാട്ടാ. പിന്നെ ഇവിടെ നിന്ന് വെറുതെ വിഷമിക്കണ്ട. ഇനിന്നല്ല ഇന്നല്ല, ഇനി എന്നാണെങ്കിലും ഇവിടെ നിന്ന് ഒരു പരിപാടിക്ക് അങ്ങോട്ട് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കല്യാണം കഴിപ്പിച്ച് വിട്ടെങ്കിൽ ഇനി ഇവിടെ പരിപാടി, പെരുന്നാൾ, ഉത്സവം, നൂലുകെട്ട്, മാമോദീസ എല്ലാം ഇവിടെ തന്നെ. ഇവിടെ നിന്ന് അങ്ങാട് വരണമെന്നുണ്ടെങ്കിൽ അത് അവൻ തീരുമാനിക്കണം. അവൻ്റെ തീരുമാനം എൻ്റെ തീരുമാനം. ഞാനാണെങ്കിൽ ഉറങ്ങണ സമയമാണ്. അപ്പം ഇങ്ങനെ വന്ന് നിന്ന് കണക്കുണാന്ന് പറയണതൊന്നും എനിക്ക് ഇഷ്ടമല്ല. കുണുകുണുന്ന് ഞാൻ അവിടെ ഉറങ്ങാൻ വേണ്ടി പോയതാണ്. പിന്നെ എനിക്ക് ഇത് കേട്ടിട്ടൊരു ഉറക്കൊക്കെ കിട്ടുന്നില്ല. അതുകൊണ്ട് വന്നതാണ് ഞാൻ. വേഗം പോവാൻ നോക്കട്ടെ. ഞാൻ ഇറങ്ങിയാണ്. വെറുതെ ഉള്ള മനുഷ്യരുടെ മനസമാധാനം മുഴുവൻ കളയാനായിട്ട് വരും. മോളൊക്കെ ഉണ്ടാണ്. അവിടെ നിർത്തിയാൽ പോരാ. വെറുതെ എന്തെങ്കിലും മോളെ കെട്ടിച്ച് ഇങ്ങാട് വിട്ട് വെറുതെ മനുഷ്യരുടെ മനസമാധാനം കളയാനായിട്ട് ഓരോന്നുകൾ വരും. അച്ഛനോട് ഞാൻ പോയിട്ട് എന്ത് പറയും? എന്തായാലും അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ നിന്റെ അനിയത്തിയും അച്ഛനൊക്കെ നിന്റെ വിശേഷം ചോദിക്കും. ഞാൻ അവരോട് എന്ത് പറയാനാണ്? നിനക്കിവിടെ സുഖമാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ മോളെ? നമുക്ക് വിഷമായിട്ട് എന്താണ് നമുക്ക് കാര്യം?
എനിക്ക് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റൂല. ഇതേ ഈ സാധനം കഴുത്തി വീണ് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അതിന് ശേഷം നടക്കണ എല്ലാവരും നമ്മൾ സഹിച്ചോളണം. എനിക്കൊരു അനിയത്തിയില്ലേ, അനിയത്തിക്ക് വേണ്ടിയെങ്കിലും ഞാൻ പിടിച്ചത് നല്ല പറ്റുള്ളൂ. എപ്പോഴും വിചാരിക്കും ഇവിടെ നിന്ന് ഓടി അങ്ങോട്ട് വരാം. പക്ഷെ ഈ പടി കിടക്കാൻ തോന്നൂല. കാരണം ഞാനിവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എനിക്കിങ്ങനെ കയറാൻ പറ്റില്ല. അതേസമയം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആർക്കൊരു സമാധാനം തരാൻ എനിക്ക് പറ്റില്ല. കാണുമ്പോൾ എന്താണ്, വലിയ വീടുണ്ട്, കെട്ടിയാലും നല്ല ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നുമില്ല. ഞാനിതൊക്കെ സഹിച്ചോളാം അമ്മ, കുഴപ്പമില്ല. അമ്മേനെ ഇങ്ങോട്ട് കരയരുത്. വന്നാലും നമുക്ക് സന്തോഷിക്കാനുള്ള ഒന്നും ഉണ്ടാവില്ല. അമ്മ പോയിക്കോ. നിങ്ങൾ പിന്നെ വന്നാ പോയില്ലായിരുന്ന? ഒരു പ്രാവശ്യം പറഞ്ഞേ. എങ്ങാട് പോവേന് എന്താണമ്മേ, എന്തു പറ്റി? ഇരുന്നിട്ട് അറിയാണ്ടേ നിന്റെ സാധനങ്ങളൊക്കെ എടുക്ക്, നമുക്ക് പോകാം വീട്ടിലോട്ട്. ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കരുത് നീ. അമ്മ എന്താണ് പറയണ? അമ്മ പോയില്ലായിരുന്ന? എന്താണ് പറ്റിയത്? ജീവിതകാലം മുഴുവനേ ഇവരുടെയൊക്കെ അടിമയായിട്ട് കിടക്കാനല്ല നിന്നെ പൊന്നു പോലെ വളർത്തി വലുതാക്കി 10-60 പൗന്നും തന്ന് ഇങ്ങോട്ട് കെട്ടിച്ചുവിട്ടത്. കുറച്ചൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ പോട്ടെ നോക്കാം. ഇതൊന്നും ഒരമ്മക്ക് കണ്ടാൽ സഹിക്കണതല്ല. ഇതും കണ്ടുകൊണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങിയാൽ നാളെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലേ ഞാൻ ജീവിതകാലം മുഴുവൻ അതോർത്ത് കരയേണ്ടി വരും. നിങ്ങൾ തമാശ പറയാനാണോ? എൻ്റെ മോൻ്റെയും എൻ്റെ സമ്മതം ഇല്ലാണ്ട് ഇവിടെ നീ അടി കിടക്കൂലല്ലോ. അടി കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് നിങ്ങളാണ് അതല്ലേ തീരുമാനിക്കണത്? എൻ്റെ മോളാണ്, എൻ്റെ മോള്. അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണത് ഞാനും എൻ്റെ ഭർത്താവും, അതായത് ഇവളുടെ അച്ഛനും. ഇവളുടെ കഴുത്തിൽ താലി കെട്ടിന്ന് പറയണവൻ. അവനോട് ഇവൾ ഉപേക്ഷിക്കാൻ ഞാൻ പറയണില്ല. ഇവള് ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വീട്ടിലോട്ട് പോകും. പിന്നെ ഇവളെ വേണമെന്നുണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് വരട്ടെ. അവൻ പറയണ കാര്യങ്ങൾ കൺവിൻസിംഗ് ആയിട്ട് ഉറപ്പായിട്ട് എനിക്ക് തോന്നണമെങ്കിൽ അന്നേരം ആലോചിക്കാം ഇനി ഇങ്ങോട്ടൊരു തിരിച്ചു വരണം. അതിനെക്കുറിച്ച് ഇപ്പം എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളെന്ത് ഭാവിച്ചാണ് ഇതുങ്ങള് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കിക്കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മുമ്പ് പുറകെ വന്ന് അവിടെ വിളിച്ചുകൊണ്ട് വരുമെന്നാണ് വിചാരം. നടക്കൂലത്. ഇവിടെ നിന്ന് ഇറങ്ങിയതാണെന്ന് നീ ആലോചിച്ചോ? പിന്നെ സ്വർണം അതെൻ്റെ കയ്യിലിരിക്കുള്ളൂ, ഞാൻ തരൂല. എക്ക പോകും. എല്ലാനും ഒന്നുകൂടി ആലോചിച്ചിട്ട് കൊണ്ടുപോയാൽ മതി. എൻ്റെ മോൾക്ക് ഞാൻ കൊടുത്ത പൊന്നാണെങ്കിൽ അതെങ്ങനെ മേടിച്ചെടുക്കണമെന്ന് ഞങ്ങൾക്കറിയാം. തള്ളത് കുറച്ച് ദിവസം വെച്ചോണ്ടിരുന്നോ? ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും അത് ഞങ്ങൾ വാങ്ങിച്ചെടുക്കും. ഞാൻ അവനെ വിളിക്കണ്ടിപ്പ. ഇവിടെ നിന്ന് ഇവിടെ കൊണ്ടുപോയാലാണ്. നിർത്തിക്കോ, തള്ളി നിർത്തിക്കോ. ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല.
കേസിനെങ്ങാനും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇടല്ല, നിങ്ങളും നിങ്ങളുടെ മോനും കമ്പി എണ്ണും. പിന്നെ ഒരു പെണ്ണ് നിങ്ങളുടെ മോന്റെ ജീവിതത്തിലുണ്ടാവുമെന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെയൊക്കെ വിചാരം എന്താണ്? ഒരു പെണ്ണിനെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ അടിമയാണെന്നാണ് വിചാരം. ഞങ്ങൾക്കേ ഞങ്ങളുടെ മക്കളെ നോക്കാൻ വക്കില്ലാത്തതുകൊണ്ടല്ല നിങ്ങളുടെ കൂടെയൊക്കെ കെട്ടിച്ചു വിടുന്നത്. നല്ലൊരു ജീവിതം, കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അഹങ്കാരം തലക്ക് പിടിച്ചേക്കണം. 10-60 പവൻ ചോദിച്ച് മേടിച്ചപ്പോ തന്നതേ ഞങ്ങൾക്ക് ഇവളെ ഇടയ്ക്ക് എട്ടാച്ചെറുക്കായിട്ട് ഇരിക്കുന്നത് കൊണ്ടല്ല, അവൾക്കൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. നാളെ ഞാനോ എൻ്റെ കെട്ടിയാനോ ഇല്ലാണ്ടായാലും ഇവർ അനാഥരാവരുതല്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അവൾ BEd പഠിച്ചിട്ടുണ്ട്. അവൾക്ക് ജോലി കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. നല്ല മാനിക്കാത്തൊരു ജോലി ഉണ്ടായിരുന്നത് കളഞ്ഞിട്ടല്ലേ തള്ളേ നിങ്ങൾ എൻ്റെ മോളോട് പിടിച്ചിരുത്തിക്കണത്. ഇനി ഇതുപോലെ ഒരു വർത്താനം നിങ്ങളുടെ വായിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കേസ് കൊടുക്കും. നീ ഇറങ്ങ്, നിന്റെ സാധനങ്ങളൊക്കെ എടുത്തിറങ്ങ്. രണ്ടാമതൊന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട. നീ ഇപ്പൊ ഞാൻ പറയണത് മാത്രം കേട്ടാൽ മതി. അതല്ല ഇവരുടെ കൂടെ അടിമയായിട്ട് കിടക്കണമെന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ ഇഷ്ടം. അല്ല ഞാൻ പറയട്ടേന്ന് അല്ല. മോളെ ഞാൻ പറയട്ടെ ഞാൻ കാര്യങ്ങൾ പറയട്ടെ, കാര്യങ്ങൾ കേക്ക് പറയട്ടെ. ഇപ്പിനി നിങ്ങളൊന്നും തന്നെ പറയണ്ട. എന്തായാലും വൈകുന്നേരം അവൻ വന്നിട്ട് ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് പറ. അവന് ഒരു ഭാര്യനെയാണോ വേണ്ടത് അതോ അവൻ്റെ അമ്മക്കൊരു അടിമനെയാണോ വേണ്ടതെന്നും അവൻ തീരുമാനിച്ചാലോചിച്ചിട്ട് അറിയിക്കട്ടെ. എന്നിട്ട് തീരുമാനം എടുക്കാം. എന്തായാലും എൻ്റെ മോള് ഞങ്ങൾക്കൊരു ബാധ്യതയൊന്നും ആവില്ല. വാ.